നിസർഗ നേച്ചർ ക്ലബിന്റെ ഭാഗമായി തിരുനെല്ലി ട്രക്കിംഗ് ക്യാമ്പിൽ പങ്കെടുക്കാനാണ് പുലർച്ചെ മഞ്ചേരിയിൽ നിന്ന് താമരശ്ശേരി വഴി യാത്ര തിരിച്ചത്. പശ്ചിമഘട്ടത്തിന്റെ കുറുകെ സ്ഥിതി ചെയ്യുന്ന താമരശ്ശേരി ചുരത്തിന്റെ 9 മുടിപ്പിൻ വളവുകൾ താണ്ടി ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് വഴികാട്ടിയായ കരിന്തണ്ടനെ തളച്ചിട്ടതിന്റെ ക്രൂരത ഓർമ്മിപ്പിക്കുന്ന ചങ്ങനമരവും താണ്ടി കുറുവയിലേക്കാണ് യാത്ര. ചുരം കഴിഞ്ഞ് വയനാട് കടന്നതും കോടമഞ്ഞും തണുപ്പും ഞങ്ങളെ വരവേറ്റു. വയനാടൻ കാറ്റേറ്റ് തേയിലത്തോട്ടങ്ങളും ഓടിച്ചു തോൽപ്പിച്ച ദ്വീപ് സമൂഹമായ കുറുവയിൽ എത്തിച്ചേർന്നു. വയനാട് ജില്ലയിലെ കബനി പുഴയുടെ നടുവിലുള്ള ഒരു കൂട്ടം തുരുത്തുകളാണ് കുറുവ ദ്വീപ് എന്നറിയപ്പെടുന്നത്. ഇടതോർന്ന മരങ്ങളാൽ ചുറ്റപ്പെട്ട പാറക്കെട്ടുകളോട് കിന്നരിച്ചൊഴുകുന്ന തണുത്ത വെള്ളമുള്ള കബനി നദിയാണ് പ്രധാന ആകർഷണം. ടിക്കറ്റ് എടുത്ത് മുള കൊണ്ട് നിർമ്മിച്ച ചങ്ങാടത്തിൽ കുറുവയിലെത്താം. ഇടതൂർന്ന നിശബ്ദത കൂടുകൂട്ടിയ കാനനപാതയിലൂടെ കാടിറങ്ങി നിരവധി ജീവികളുടെ ശബ്ദങ്ങൾക്ക് കാതോർത്ത് പതിയെ പതിയെ കബനിയിലിറങ്ങാം. ആദ്യം മടിച്ചു നിന്നവർ പോലും ഒടുവിൽ വെള്ളത്തിലിറങ്ങി. സമയമായിട്ടും പോരാൻ കൂട്ടാക്കാത്ത ഞങ്ങളെ പിടിച്ച് ബസ്സിൽ കയറ്റൽ അധ്യാപകർക്ക് വെല്ലുവിളിയായി. ഒടുവിൽ ഞങ്ങൾ കീഴടങ്ങി. ഈറൻ മാറി പെട്ടെന്ന് ബസ്സിൽ കയറിയിരുന്നു. വയനാടിൻ്റെ വയൽഗ്രാമമായ ചേക്കാടിയാണ് അടുത്ത ലക്ഷ്യം. തെങ്ങിൻ തോപ്പ്, ആമ്പൽക്കുളം, അജിയേട്ടൻ്റെ കാപ്പിക്കട, ഇങ്ങനെ ഡോറയുടെ താളത്തിൽ പറഞ്ഞ് ഞങ്ങൾ കാപ്പിക്കട ലക്ഷ്യമിട്ടു. 2 കിലോമീറ്റർ അകലത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയായി അജിയേട്ടൻ്റെ കാപ്പിക്കട കണ്ടു. വിശാലമായ നെൽപ്പാടത്തിൻ നടുവിൽ പരമ്പരാഗത ശൈലിയിൽ പണിത ഒരു മനോഹരമായ ഇടം. വൈക്കോൽ മേഞ്ഞ കൊച്ചുകുടിലുകളും മണ്ണും മുളയും കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങളും ആ പ്രദേശത്തിൻ്റെ ഭംഗി കൂട്ടി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറ് വാട്ടിയ വാഴയിലയുടെ ഗന്ധം പരത്തിയപ്പോൾ വൈക്കോലിൻ്റെ മണമുള്ള ചേക്കാടിയിൽ തണുത്ത കാറ്റ് അതിനോട് ചേർന്ന് വശ്യമായി ഒഴുകി. വയനാട്ടിലെ പുരാതന ഗ്രാമങ്ങളിൽ ഒന്നായ ചേക്കാടിക്ക് പറയാനുള്ളത് 300 വർഷത്തെ കാർഷിക സംസ്കാരത്തിൻ്റെ കഥയാണ്. 3 വശവും വനമേഖലയുള്ള ചേക്കാടിയിൽ 250 ഏക്കറോളം വിശാലമായ നെൽവയലാണ്. ഭൗമസൂചിക പട്ടികയിൽ ഇടം പിടിച്ച ഗന്ധകശാല നെല്ലിനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കീടനാശികളോ രാസവളങ്ങളോ ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കുറച്ചധിക നേരം ഞങ്ങൾ അജിയേട്ടനെ കേട്ടിരുന്നു. ചേക്കാടിയുടെ പൈതൃകവും സംസ്കാരവും എന്താണെന്നും വയനാടിൻ്റെ ടൂറിസം മേഖലയിൽ പയമ നിലനിർത്തി വയനാടൻ സംസ്കാരത്തെ അതേപടി പുറമെയുള്ളവരിലേക്ക് എത്തിക്കലാണ് വേണ്ടതെന്ന് തന്റെ ഉറച്ച നിലപാട് അജിയേട്ടൻ വ്യക്തമാക്കി. വയനാടിന് ഞാൻ വിശ്വസിക്കുന്നു 4 സംസ്കാരമുണ്ട്. ഒന്ന് ഗോത്ര സംസ്കാരം. ഗോത്രമില്ലാതെ നിങ്ങൾക്ക് വയനാട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുക ട്രൈബൽ ആളുകളും ആദിവാസികളും പല വ്യത്യസ്ത ഭാഷയുള്ള ആളുകൾ, വ്യത്യസ്ത ചേല കെട്ടിയ ആൾക്കാർ, വ്യത്യസ്ത മുറുക്കിത്തുപ്പികൾ, അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു രൂപമായിട്ടാണ് നിങ്ങൾ വരിക. നിങ്ങൾ വരുമ്പോൾ ഇവിടെ കാണുന്നത് ഇതൊന്നും കാണാൻ പറ്റാതെ അവരൊരു ഉൾവഴിഞ്ഞ് വേറെ ഭാഗം അവർ പുറത്ത് കാണാൻ പറ്റാത്ത അവസ്ഥയിലും നിങ്ങൾ എന്താണോ അവിടെ കാണുന്നത് അതേ ഡ്രസ് പാറ്റേൺ തന്നെയാണ് ഇവിടെ കാണാൻ വയനാട് കണ്ടുപിടിക്കുന്നത്. അത് ഞാൻ പറയുന്നത് വയനാടിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്. അത് ഏറ്റവും വലിയ സംസ്കാരം ഗോത്ര സംസ്കാരമാണ്. ഗോത്രമില്ലാതെ വയനാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ സംസ്കാരം വയനാടിന് ഗോത്രമാണ്. രണ്ടാമത്തത് ഞാൻ പറയുന്നത് വനസംസ്കാരമാണ്. ഈ വനസംസ്കാരം എന്ന് പറയുന്നത് വനമില്ലാതെ നമ്മുടെ വയനാടിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും ടി വിയിലാണെങ്കിലും വിഷ്വൽ മാളിയാണെങ്കിലും മറ്റെല്ലാ മാധ്യമം കേൾക്കുന്നത് ആനയും അല്ലെങ്കിൽ പന്നിയും അല്ലെങ്കിൽ മനുഷ്യരും തമ്മിലെ കോൺഫ്ലിക്റ്റാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാത്ത ഒരു ദിവസം വന്ന് വയനാട്ടിലില്ല. ആദ്യത്തെ ഗോത്രം, രണ്ടാമത്തെ വനം, മൂന്നാമത്തത് വയൽ സംസ്കാരമാണ്. വയനാടിന് സമ്പുഷ്ടമായ ഒരു വയലിൻ്റെ സംസ്കാരം ഉണ്ടായിരുന്നു. വയൽ എന്ന് പറയുന്നത് വയനാടിൻ്റെ ഗോത്രങ്ങളുടെ ജീവിത ഭാഗമായി. പക്ഷെ ഇന്ന് ലാഭവും നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് എന്ത് പറ്റി, ഈ വയലുകളെല്ലാം നികത്തി നാണ്യവിളകളിലേക്കും മറ്റു വിളകളിലേക്കും പോയപ്പോൾ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലില്ലാതാവുകയും നെല്ലില്ലാതായപ്പോൾ വയലില്ല. അപ്പോൾ മൂന്നാമത്തെ സംസ്കാരം വയല്. 1 ഗോത്രം, 2 വനം, 3 വയല്. ഈ 4മത്തെ എന്ന് പറയുന്നത് പുഴ സംസ്കാരമാണ്. നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏത് സിവിലൈസേഷൻ ആയിക്കോട്ടെ, ഏത് സംസ്കാരം ആയിക്കോട്ടെ, ഉടലെടുത്തത് കംപ്ലീറ്റും ഏതെങ്കിലും ഒരു നദിയുടെ തീരത്ത് വെച്ചോ നദിയുടെ സംസ്കാരമായിട്ടാണ്. അത് വയനാടിനും അത് കാണാൻ പറ്റും. വയനാട് കബിനി എന്ന് പറയുന്ന അതിബൃഹത്തായ ഒരു നദിയുടെ സംസ്കാരം. എല്ലാ ഉത്സവങ്ങളും എല്ലാ സംസ്കാരങ്ങളും വയനാടിനെ നിയന്ത്രിക്കുന്നത് ഈ കബനി എന്ന് പറയുന്ന നല്ലൊരു ജലസ്രോതസ്സുള്ള ഇതാണ്. അത് കബനി ഒഴുകിപ്പോയി
കർണാടകയിലെത്തി. കർണാടകയിൽ കാവേരിയുമായിട്ട് ചേർന്ന് കാവേരിയുടെ പോഷക നദിയായിട്ട് പോയി കർണാടകയുടെ 90% വയലുകളും അല്ലെങ്കിൽ അവിടുത്തെ കാർഷിക മേഖലയും സമ്പുഷ്ടമാക്കുന്നത് നമ്മുടെ ഈ 4 സംസ്കാരങ്ങളും കൂട്ടി ഇണങ്ങുന്ന അല്ലെങ്കിൽ യോജിച്ചുകൊണ്ടുള്ള ഒരു സാംസ്കാരിക ഭൂമിയാണ് വയനാടിൻ്റെ ചേകാടി. ചേകാടി എന്ന് പറയുന്നത് 4 ഭാഗം വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയും അതിൽ 2 ഭാഗം റിസർവ് ഫോറസ്റ്റാണ്. എന്താണ് റിസർവ് ഫോറസ്റ്റും റെയിൻ ഫോറസ്റ്റും മറ്റും ഞാൻ പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽ റെയിൻ ഫോറസ്റ്റാണ് കൂടുതലുള്ളത്. അത് ചോലവനങ്ങളും അതേപോലെ തന്നെ പിന്നെ മഴക്കാടുകൾ. ഈ മഴക്കാടുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് വയനാടിൻ്റെ കുറച്ചും കൂടി ആവാസ വ്യവസ്ഥ വയനാടിൻ്റെ ആവാസ വ്യവസ്ഥ തകരാണ്ടായ കാരണം ഇവിടെ നല്ല വനങ്ങൾ വെട്ടിമാറ്റി, റെയിൻ ഫോറസ്റ്റുകൾ വെട്ടിമാറ്റി എന്താക്കി, തേക്കും പ്ലാന്റേഷനും അക്കേഷ്യ, ലൂക്കാറ്റിസ്, അതുപോലെ മാഞ്ചിയം ഇതുപോലെ പ്ലാന്റേഷനുകൾ നട്ടു. ഇന്ന് ഈ പ്ലാന്റേഷനും നമ്മുടെ ആളുകൾ പറയുന്നത് എന്താ കാടുന്ന. അത് കാട് നമ്മൾ പറയരുത്, അത് പ്ലാന്റേഷനാണ്. പ്ലാന്റേഷനും കാടും രണ്ടും തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണേണ്ട സമയം. പക്ഷേ ഇന്ന് ഫോറസ്റ്റും വനവകുപ്പും എല്ലാവരും പറയുന്നത് തേക്കും പ്ലാന്റേഷനും കാടെന്നാണ് പറയുക, അത് പ്ലാന്റേഷനാണ്. അപ്പോൾ അതില്ലാത്ത 2 സൈഡും നല്ല റെയിൻ ഫോറസ്റ്റ് ഉള്ള ഒരു ഗ്രാമം ഇതാണ്. അതുമാത്രമല്ല ഇത്രയും വലിയ വനഗ്രാമം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. വയനാട്ടിൽ നിങ്ങൾ പല വനഗ്രാമങ്ങളും നിങ്ങൾക്ക് കാണാം. ഇതിനേക്കാളും വലിയ വയലുകളുള്ള സ്ഥലം കാണാം. ഇതിനേക്കാളും വലിയ വയലുകളും ഇതിനേക്കാളും കൂടുതൽ വയലുകളുള്ള സ്ഥലം. പക്ഷേ ഒരു വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇത്രയും വയലുള്ള സ്ഥലം ഇന്ന് കേരളത്തിൽ തന്നെ കാണാൻ പറ്റുന്ന വനത്താൽ ചുറ്റപ്പെടും. അതിൽ തന്നെ 95% ട്രൈബൽസ് ആണ്. രണ്ടാമത്തെ പ്രത്യേകതയാണ്, ആദ്യത്തെ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു, രണ്ടാമത്തെ ട്രൈബൽസ് ആണ് 95%. 5% കർണാടകയിൽ നിന്നും കുടിയേറി പാർത്ത ചെട്ടി വിഭാഗത്തിൽപ്പെട്ടവരാണ്. മൂന്നാമത്തെ പ്രത്യേകത, വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ഗന്ധകശാല എന്ന റൈസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രാമത്തിൽ. വയനാട്ടിലെ ഏറ്റവും ഗന്ധശാല പ്രത്യേകിച്ച് ആരോമാറ്റിക് റൈസാണ്. വയനാട്ടിൽ മാത്രം കെട്ടിയേക്കുന്ന ഒരു നെല്ലിനമാണ്. വയനാട്ടിൽ മാത്രമേ വിളയൂ. ഇവിടെ മാത്രമാണ് GI ടാഗ് ഉണ്ട്. GI ടാഗ് ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ ടാഗുള്ളത്. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ കൂടുതലുണ്ട്. അതേപോലെ തന്നെ കൃഷി എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽസ് ആണ്. മൊത്തം 153 കർഷകരാണ്. അതിൽ 93 കർഷകർ ട്രൈബൽസ് ആണ്. അത് 40 സെന്റ് മുതൽ 1 ഏക്കർ വരെ. അതുപോലെയുള്ള പ്രത്യേകിച്ച് പുൽപ്പള്ളി പഞ്ചായത്തിലെ ആദ്യത്തെ ഇലക്ഷൻ ബൂത്ത് ഇവിടെയാണ്. ഇലക്ഷൻ ബൂത്ത് ഉണ്ടായിരുന്നത് മാത്രമല്ല, പുൽപ്പള്ളി പഞ്ചായത്തിലെ 20 വാർഡിലെ ആളുകൾ വന്നിരുന്നത് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ എവിടെയാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പിന്നാക്കമാണ് എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഞാൻ പറയുന്നു, ആദ്യം ഇത് മാത്രമേ ഉള്ളൂ. അത് ആദ്യത്തെ ജനവാസ കേന്ദ്രം പുൽപ്പള്ളി പഞ്ചായത്തിലെ ആദ്യത്തെ കേന്ദ്രം ഇവിടെയാണ്. അതുപോലെ പുൽപ്പള്ളിയിലെ ആദ്യത്തെ സ്കൂൾ ഇവിടെയാണ്. അങ്ങനെ ഒട്ടനവധി സംസ്കാരങ്ങളുടെ ഇതുള്ള ഒരു സ്ഥലമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചേകാടിയിൽ കൂടെ കറങ്ങി നടന്നാൽ നിങ്ങൾക്ക് ഒരു സംഭവം മനസ്സിലാവില്ല. ഒരു റോഡ് കൂടെ നിങ്ങൾ പോയി ചേകാടി കണ്ടോ, ഞാൻ കുറുവ കണ്ട പോലെയാണ് പറഞ്ഞത്. കുറുവ എങ്ങനെ കണ്ടു അതേപോലെയാണ്. ചേകാടിയിലേക്ക് അകത്തേക്ക് ഇറങ്ങാൻ മുത്തുകളുണ്ട്. ഈ മുത്തുകൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അടിയ ഗോത്രമുണ്ട്, 4-5 ട്രൈബൽ ഗോത്രമുണ്ട്. ഒന്ന് അടിയ, ഏറ്റവും കൂടുതലുള്ള അടിയ എന്നത് നാട്ടിൽ ഗത്തിക എന്നുള്ള അനുഷ്ഠാന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഗത്തിക അവതരിപ്പിക്കുന്ന അടിയരാണ്. അതിലെ പണിയ നിങ്ങൾക്ക് അറിയാം. കാരണം ഇപ്പോൾ ഇപ്രാവശ്യത്തെ സ്കൂൾ കലോത്സവത്തിൽ അവരുടെ വട്ടക്കളി എന്നുള്ള ഒരു കലാരൂപം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പണിയരടിയാണ്. മൂന്നാമത്തെ ഉള്ളത് കാട്ടുനായ്ക്ക. നിങ്ങൾക്കറിയാം, ചോല നായ്ക്ക എന്ന് പറയും. വയനാട്ടിലെത്തുമ്പോൾ കാട്ടുനായ്ക്ക ഏറ്റവും പ്രമിറ്റീവാണ്. നിങ്ങൾ എങ്ങനെ മിങ്കിൾ ചെയ്താലും അവർ നമ്മളെ സംശയത്തോടുകയാണ്. ഒരിക്കലും നമ്മുടെ അത്രയ്ക്ക് പോലെ ഇണങ്ങിച്ചേർന്നല്ല. മറ്റ് ട്രൈബൽ വിഭാഗം പോലെ ഇണങ്ങിച്ചേരുന്ന ഒരു സംസ്കാരം അവർക്കില്ല. അവർ കുറച്ചും കൂടി കാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നത്. അവർ തേനെടുക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ വിറച്ചു പോകും. തേനൊക്കെ എടുക്കുന്നത് കാണണം. രാത്രിക്ക് നമ്മുടെ വീട്ടിലെ സ്റ്റെയർ കേസ് നമുക്ക് വെളിച്ചമില്ലാതെ കയറാൻ പറ്റാത്ത നമുക്ക് അവർ ഇതുവരെ കാണാത്ത ഒരു മരത്തിൽ തേനെടുക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട്. ഞാൻ ഒന്ന് പറഞ്ഞു അടിയ, ഇവിടെയുള്ളത് പണിയ, പിന്നെ അടുത്തത് കാട്ടുനായ്ക്ക. അതേപോലെ കാട്ടുനായ്ക്കൊക്കെ ഞാൻ മിക്കവാറും ട്രൈബൽസിനെ കൊണ്ടുപോകും, വിദേശികളെ കൊണ്ടുപോകും. വിദേശികൾക്ക് ഭയങ്കര അതിശയമാണ് ഇവരുടെ ചില പെർഫോമൻസ്, ഈ കാട്ടുനായ്ക്കളുടെ പെർഫോമൻസ് ആണ്. പ്രകൃതിയെക്കുറിച്ചും ഗോത്രവർഗങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ കേട്ടിരിക്കാൻ ഞങ്ങൾക്കും ആവേശമായി. 5 മണിക്ക് തിരുനെല്ലി ക്യാമ്പിൽ എത്തിച്ചേരേണ്ടതിനാൽ ചേക്കാടിയെ അടുത്തറിയാനുള്ള മോഹം മറ്റൊരു യാത്രയിലേക്ക് മാറ്റിവെച്ച് ഞങ്ങൾ ചേക്കാടിയോട് യാത്ര പറഞ്ഞു. ഇനി വയനാടൻ ഗ്രാമങ്ങൾ താണ്ടി കാട്ടുപാതകൾ മറികടന്ന് തിരുനെല്ലിയിലേക്ക്.
യാത്രമധ്യ തിരുനെല്ലി ഉണ്ണിയപ്പവും നുണങ്ങി അല്പം വാനരപ്പടക്കം പങ്കുവെച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം 5:30 തിരുനെല്ലി ട്രക്കിംഗ് ക്യാമ്പിൽ എത്തി. ഉടനെ തന്നെ ലഗേജ് റൂമിൽ വെച്ച് ഞങ്ങൾ തിരുനെല്ലിയുടെ ഗ്രാമഭംഗി ആസ്വദിക്കാനായി പുറപ്പെട്ടു. ക്യാമ്പിലെ സുർജിത് സാറും ഞങ്ങളോടൊപ്പം കൂടി. ഒരിടത്ത് ബസ് നിർത്തി ഞങ്ങൾ ഒരു ചെറിയ റോഡിലൂടെ നടന്നു. കാളന്തി നദിയുടെ തീരത്തെ പുൽമേടുകൾ താണ്ടി കാളന്തിയുടെ ഐതിഹ്യം കേട്ട് ഞങ്ങൾ നടന്നു. ഇടയ്ക്കൊരു ഓർഗാനിക് ഫാം സന്ദർശിച്ചു. കീടനാശിനികൾ ഉപയോഗിക്കാതെ, ജൈവ കീടനാശിനി പോലും ഉപയോഗിക്കാതെ കൃഷിയെടുക്കുന്ന ഇതാണത്. ഞാനൊരു സർട്ടിഫൈഡ് ഓർഗാനിക് ഫാർമറാണ്. കഴിഞ്ഞ 45 വർഷത്തെ അനുഭവമാണ് എന്നെ ഈ ഇതിലേക്ക് എത്തിക്കുന്നത്. അതായത് നമ്മൾ ഓർഗാനിക് എന്ന് പറയുമ്പം പക്കയായിട്ട് ജൈവ രീതിയിൽ കൃഷിയെടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ ഇവിടുന്ന് ഇറങ്ങി വന്ന തരിശ് കിടക്കുന്ന മണ്ണിൽ ചവിട്ടുമ്പോൾ പോലും ഒരു പ്രതലത്തിൽ ഒരു ചതുപ്പ് തോന്നുന്നുണ്ട് അല്ലേ? ഒരു സ്പോഞ്ചി ഇത് തോന്നുന്നുണ്ട്. അതായത് ജീവനുള്ള മണ്ണിൽ അത് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ കൃഷി എടുക്കുന്നത്. ഇപ്പോൾ കാട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ കയറിയത് അതേ പ്രതീതിയാണ് നമ്മുടെ പറമ്പിലുള്ളത്. തീർത്തും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന കൃഷിയിടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ബ്രക്കോളി അടക്കമുള്ള പച്ചക്കറികൾ കണ്ട് ഞങ്ങൾക്ക് അതിശയമായി. നമ്മുടെ നാട്ടിലേക്കാൾ ഒത്തിരി നിറം കൂടി ഇവിടുത്തെ പൂക്കളും ചെടികൾക്കുമൊക്കെ എന്തു ചെയ്യലാണ്. വൈകുന്നേരങ്ങളിൽ പുകയിടും. വെറുതെ ഒരു പഴയ ബക്കറ്റോ പാത്രം എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് കുന്നിരിക്കും, പിന്നെ കണ്ണി കണ്ട നമ്മുടെ പറമ്പിലുള്ള വേസ്റ്റൊക്കെ ഇട്ടിട്ട്, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. വേസ്റ്റ് ഇട്ടിട്ട് പുകയിട്ടിട്ട് ഈ പുക ഇങ്ങനെ ഉള്ളിൽ കൂടെ കൊണ്ട് നടക്കുക. ശീമുക്കൊന്നയുടെ ഇല ഏറ്റവും നല്ല സാധനമാണ് പോയിക്കാൻ. അതേമാതിരി കയ്പം വേപ്പിന്റെ ഇല, കയ്പം വേപ്പിന്റെ ഇല ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ പുകയിട്ട് കൊടുക്കാം. ധ്യാനത്തിലിരുന്ന മലയാണ് ബ്രഹ്മഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ബ്രഹ്മഗിരി അറ്റത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കാളിന്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ വെള്ളം എന്താണ് കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത് അല്ലേ? അപ്പം നമ്മളുടെ കഥകളിൽ പറയുന്നത് ആ പാറയിൽ ശ്രീകൃഷ്ണ പാദം ഉണ്ട്. അത് നമ്മൾ സമയമില്ലാത്തതുകൊണ്ടാണ്. അവിടെ പോയി നോക്കിയാൽ കാണാൻ ശ്രീകൃഷ്ണന്റെ പാദം പതിഞ്ഞ പാറയാണത്. അപ്പോൾ നമ്മൾ കഥകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെ പാദം, അതായത് ശ്രീകൃഷ്ണൻ ബന്ധപ്പെട്ട നദിയാണ് കാളിന്തി. ആ കാളിന്തിയിലാണ് കാളിയൻ എന്ന സർപ്പം ഉള്ളതെന്നും ആ സർപ്പത്തിന്റെ വിഷം ഉള്ളതുകൊണ്ടാണ് അതിലെ നദിയിലെ വെള്ളം കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്രകാരം നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ വെള്ളവും കറുപ്പ് നിറത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കാളിന്തി എന്ന് വിളിക്കുന്നത് പറയുന്നത്. 2 കാരണങ്ങളൊന്നും ശ്രീകൃഷ്ണ പാദമുണ്ട്, പിന്നെ ഒന്ന് ഇതിലെ വെള്ളം കറുപ്പ് നിറത്തിലാണ്. അതുകൊണ്ടാണ് കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നും പറയുന്നുണ്ട്. കറുത്ത നിറത്തിൽ ഒഴുകുന്ന കാളന്തിക്ക് വല്ലാത്ത തണുപ്പാണ്. നേരം ഇരുട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ നീരാട്ട് മതിയാക്കി ബസ്സിലിടം പിടിച്ചു. ഇനി നമ്മൾ പറയുമ്പോൾ നാളത്തെ ട്രക്കിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടാൽ ഞെട്ടണ്ട, മൊത്തം 12 കിലോമീറ്റർ നടക്കാനുണ്ട്. ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആദ്യത്തെ 3 കിലോമീറ്റർ തിക്ക് ഫോറസ്റ്റ് ആണ്. പിന്നെ നടക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്ത വഴികളാണ്. ചെറിയ ചെറിയ അരുവികളുണ്ട്. നിങ്ങൾക്ക് അരുവിയിൽ നിന്നൊക്കെ വെള്ളം കിട്ടും. ആദ്യത്തെ 3 കിലോമീറ്ററിലെ അത് കുളിക്കാനുള്ള വെള്ളം കിട്ടുന്നില്ല, കുടിക്കാനുള്ള വെള്ളം കിട്ടും. കുളിക്കാനുള്ള വെള്ളമൊന്നുമില്ല, കുടിക്കാൻ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പം അവിടെ ആദ്യത്തെ 3 കിലോമീറ്റർ നമുക്ക് എത്തുമ്പോൾ വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കില്ല, അറിയൂല നമ്മൾ. കാരണം തിക്ക് ഫോറസ്റ്റ് ആണ്, ഇപ്പോൾ വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്, തണലുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നീടുള്ള ആ 3 മലകൾ കണ്ടോ? അങ്ങനെ കാണുന്ന 3 മടക്കായിട്ട് കാണുന്നുണ്ട്. ആ 3 മല കവർ ചെയ്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുമ്പോഴാണ് എന്താവുന്നത്, നമ്മളെ 1 സൈഡ് 6 കിലോമീറ്റർ പൂർത്തിയാകുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാച്ച് ടവർ മുതൽ ആ 3 കിലോമീറ്റർ നമുക്ക് വെള്ളം കിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് കിട്ടില്ല. അപ്പം അങ്ങോട്ടും 3 തിരിച്ച് വാച്ച് ടവറിൽ എത്തുന്ന 3 മൊത്തം 6 കിലോമീറ്റർ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം നിങ്ങൾ എന്താക്കണം, വെള്ളം പരമാവധി കളക്ട് ചെയ്തോളണം. ചായയും കുടിച്ച് പ്രകൃതി പഠന ക്ലാസ്സിലേക്ക്. ശ്രീ മുനീർ തൊൽപ്പട്ടി കാടിനെ കുറിച്ചും വനജീവിതങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നു. രാത്രി ഭക്ഷണം കഞ്ഞിയും പയറുമായിരുന്നു. വീട്ടിൽ നിന്ന് കഞ്ഞിയെന്ന് പറഞ്ഞ് തലതിരിക്കുന്നവർ പോലും പയറും ചമ്മന്തിയും പപ്പടവും കൊണ്ടാട്ടവും കൂട്ടി ആസ്വദിച്ച് കഞ്ഞി കുടിച്ചു. അന്ന് ആദ്യമായിട്ട് കഞ്ഞി പൊളിയാണ് മച്ചാനെ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ശേഷം ക്യാമ്പ് ഫയറും കഴിഞ്ഞു ഉറങ്ങാൻ കിടന്നു. നാളെ നേരത്തെ എണീക്കണം, ചെങ്കുത്തായ മല കയറാനുള്ളതാണ്. രാവിലെ 7:30 ഞങ്ങൾ എല്ലാവരും ട്രക്കിങ്ങിന് തയ്യാറായി വന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ 3 കിലോമീറ്റർ ട്രക്കിങ്ങുള്ള പെർമിഷനേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ ഇതിന്റെ മേലെ വരെ വിടാറുണ്ട്. നിങ്ങൾ എന്തായാലും ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യൽ മൊമെന്റ് ആണ്. ഓക്കെ, വയനാട്ടിലെ 2ാമത്തെ ഹയസ്റ്റ് പീക്കാണ്. ചെമ്പ്ര കഴിഞ്ഞാൽ 2ാമത്തെ 1600 മീറ്റർ ആണ് ഹൈറ്റ്. ഓക്കെ, അതുകൊണ്ട് പെതിയെ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്ത് മാത്രം ട്രക്ക് ചെയ്യുക. ഫസ്റ്റ് അടിക്കാൻ വേണ്ടി ആരും ട്രക്ക് ചെയ്യേണ്ട, പണി കിട്ടും, മസിൽ പിടിക്കും കേട്ടോ. ഓക്കെ ആണേ? പിന്നെ
നമുക്ക് ഈ പോകുന്ന വഴിക്ക് 3 കിലോമീറ്ററിൽ കുറച്ച് ശ്രദ്ധിക്കണം. കുറച്ച് കാടുണ്ട്, ആനയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആനയെ കണ്ടു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടാൻ നിൽക്കരുത്, പണി കിട്ടും. ഏതെങ്കിലും കുറ്റി തട്ടി വീണിട്ട് ഇടിച്ചു കയറി പണിയാവും. അവിടെ ഒരുമിച്ച് നിൽക്കുക. ഓടേണ്ട സമയമൊക്കെ ആകുമ്പം അണ്ണം പറയും, അപ്പൊ ഓടിക്കണം, എങ്ങോട്ടും ഓടിക്കണം കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക്, ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഇടല് കേട്ടോ. ഓക്കെ. ഏകദേശം 6 കിലോമീറ്റർ കാടും മലയും താണ്ടി വേണം ബ്രഹ്മഗിരിയുടെ മുകളിലെത്താൻ. പേരറിയാത്ത ഒത്തിരി മരങ്ങൾ, ഇടതൂർന്ന കാടും ഇല പെയ്ത നിറക്കൂട്ട് ചാർത്തിയ കാട്ടുപാതയും കാടിന്റെ സ്വരവും ഇളം കാറ്റുമേറ്റ് ബ്രഹ്മഗിരി കുന്ന് ലക്ഷ്യമിട്ട് ഞങ്ങൾ നടന്നു. 19 വയസ്സുള്ള വൈശാഖാണ് ഞങ്ങളുടെ വഴികാട്ടിയായി വന്നത്. വൈശാഖിന്റെ ചെറിയ ജീവിതത്തിലെ വലിയ അറിവുകൾ കേട്ട് കേട്ട് ബ്രഹ്മഗിരിയുടെ ഉച്ചിയിലേക്ക്. +2 സയൻസ് കഴിഞ്ഞ് സ്വന്തം പണം സ്വരൂപിച്ച് അതുകൊണ്ട് ഡിഗ്രിക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് പ്രചോദനമായി. എത്ര ക്ഷീണിച്ചാലും കാലുവേദനിച്ചാലും ആ കുന്നിൻ മുകളിൽ ചെന്നാൽ കാണാനുള്ള കാഴ്ചകൾ കൊണ്ട് മനക്കോട്ട കെട്ടി ചുട്ട വെയിലും തണുത്ത കാറ്റേറ്റുമുള്ള ആ നടുത്തം വന്ന വഴിയിലെ ബുദ്ധിമുട്ടുകളെ പാടെ മറക്കും വിധം കണ്ണിനും മനസ്സിനും കുളിർമ നൽകി. കാടിന്റെ ഭംഗിയും കണ്ട് നടക്കുന്നതിനിടയിലാണ് ഗൈഡ് അവിടെ കിടക്കുന്ന കടുവ കാഷ്ടത്തിലേക്കും അടുത്തായുള്ള മരത്തിൽ കടുവയുടെ നഖം കൊണ്ടുണ്ടായ പാടുകളിലേക്കും ശ്രദ്ധ തിരിച്ചത്. അതോടുകൂടി കാട് എന്നത് മനോഹരിതക്കപ്പുറം ഞങ്ങളിൽ ഭയമുണ്ടാക്കി. എങ്കിലും കാടറിയുന്ന ഗൈഡിൽ വിശ്വാസമുറപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാച്ച് ടവറാണ്. ഇതുവരെ നമ്മൾ കാട്ടിലൂടെ യാത്ര ചെയ്ത് ഇനി നമുക്ക് കയറുള്ളത് കുന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. താഴെ നോക്കിയാൽ ഫുൾ കാടാണ്. ഇനി അങ്ങോട്ട് കുറ്റിപ്പുല്ലുകൾ നിറഞ്ഞ കുന്നുകൂടിയേ പോവാം. കാട് കഴിഞ്ഞ് ചെങ്കുത്തായ മലനിരകൾ കയറി പാതിയായപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണം. പച്ചയും സ്വർണ്ണ നിറവും ചേർന്ന മൊട്ടക്കുന്നുകൾ, താഴെ കരിമ്പടം പുതച്ച കാട്, വീണ്ടും ആവേശത്തോടെയുള്ള നടത്തം. ഇടയ്ക്ക് കിട്ടുന്ന മരത്തണലിൽ സ്വൽപ്പം വിശ്രമിച്ചും കയ്യിൽ കരുതിയ പയവർഗ്ഗങ്ങൾ കഴിച്ചും ഞങ്ങൾ ഇടവേളകൾ ആനന്ദകരമാക്കി. ഒടുവിൽ ഉച്ചയോടടുത്ത് ഞങ്ങൾ ബ്രഹ്മഗിരിയുടെ ഉച്ചിയിലെത്തി. അവിടെ നിവർന്നു നിന്ന് തണുത്ത കാറ്റിനെ ഉള്ളിലേക്ക് ആവാഹിച്ച് കർണാടകയുടെയും കേരളത്തിന്റെ കാനന ഭംഗി കണ്ടാസ്വദിച്ചു. കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു ഞങ്ങൾ തിരിച്ചിറങ്ങി. ഗൈഡ് വൈശാഖ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് തിരുനെല്ലിയിലാണ്. നമ്മളിങ്ങനെ നാച്ചുറൽ ക്ലബിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മൾ ഗൈഡായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കർണാടക കേരള ബോർഡറിലാണ് നിൽക്കുന്നത്. കർണാടക കേരള അതിർത്തി എന്ന് പറയുന്നത്. അപ്പുറത്ത് കർണാടകയും ഇങ്ങോട്ട് കേരളമാണ്. കർണാടകയിലെ ഒരു സ്ഥലമാണ് കൊടക് എന്ന് പറയുന്നത്. കൊടകത്തെ ഒരു ഗ്രാമമാണ് ഇത്. ഈ ഗ്രാമത്തിൻ്റെ പേര് മഞ്ചർലി എന്നാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. ഇവിടുന്ന് കുറച്ച് അപ്പുറം കിലോമീറ്ററുകൾ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഫാൾസ് ഉണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്. ഇരിപ്പ് വാട്ടർഫോൾസ് ആണെന്ന് അറിയപ്പെടുന്നത്. ഈ താഴെ കാണുന്നില്ലേ, ഈ താഴെ ഈ കാടൊന്നുമല്ല, അത് മൊത്തം കാപ്പിത്തോട്ടം കുരുമുളകൊക്കെ ആണ്. ഒരുപാട് കൊടകന്മാര് കാടുകൾ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. എല്ലാരും ദൂരോട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ്. ഈ കുഴക്കൊക്കെ മാറ്റി വെച്ച് ഒരുമിച്ച് പോരാനുള്ള ഒരു മനസ്സ്, അതാണ് ഇതിന്റെ മെയിൻ. താഴെ നിന്നാൽക്കൊക്കെ പോയി ടീമായി പോരാ, ഭയങ്കര സ്പിരിറ്റ്. കാരണം ഒരാൾ തളർന്നാല് മറ്റാളിങ്ങനെ കേറി അവിടെ എത്തണം എന്നുള്ളൊരു ത്തോടെ എത്തിയോണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു നെഗറ്റീവ് ഒന്നും പറയാനില്ല. എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ്. നല്ല വ്യൂ കേരളീനൊക്കെ തോന്നി, പക്ഷെ കേറി കഴിഞ്ഞപ്പോ അങ്ങനെ നല്ലല്ലേ, മുതലായി. കാടറിഞ്ഞ് മണ്ണിനെ തൊട്ട് തണുത്ത ഉറവജലം നുണഞ്ഞ് കഥകൾ കേട്ട് കഥ പറഞ്ഞ് അത്രമേൽ മനോഹരമായ ഒരു യാത്ര, കാടോരം ചേർന്നൊരു യാത്ര.